ഹലോ, വെൽക്കം ടു പ്രഗ്നൻസി ടിപ്സ്. അപ്പോൾ പ്രഗ്നൻ്റ് ആയ മുതൽ എല്ലാവരും ആഗ്രഹിക്കുന്നത് കുഞ്ഞാണേലും പെൺകുഞ്ഞാണേലും കുഴപ്പമില്ല, കുഞ്ഞ് നല്ല ആരോഗ്യത്തോടെ ഇരിക്കണമെന്ന് മാത്രമായിരിക്കും അല്ലേ. എങ്കിൽ പോലും എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, ഒരു കൗതുകമായിരിക്കും ആൺകുഞ്ഞാവോ പെൺകുഞ്ഞാവോ എന്നറിയാൻ വേണ്ടിയിട്ട്. നമുക്കിന്ന് സ്കാനിങ് റിപ്പോർട്ടിലൂടെ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് തിരിച്ചറിയാൻ പറ്റുമോ നോക്കിയാലോ. കുഞ്ഞ് ഭ്രൂണാവസ്ഥയിൽ തന്നെ കുഞ്ഞ് ആൺകുഞ്ഞാവോ പെൺകുഞ്ഞാവോ എന്നുള്ളത് ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഈ കാര്യം ആരും തന്നെ റിവീൽ ചെയ്യില്ല. അത് നമ്മുടെ ഗൈനക്കോളജിസ്റ്റ് ആണെങ്കിലും റേഡിയോളജിസ്റ്റ് ആണെങ്കിലും ഈ കാര്യം ആദ്യം നമുക്ക് പറഞ്ഞു തരുന്നില്ല അല്ലേ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെയൊക്കെ പ്രസവം വരെ കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്, ആ കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എങ്കിലും ആ കാത്തിരിപ്പിനും ആ ആകാംക്ഷയ്ക്കും ഒരു സുഖമുണ്ട്. എങ്കിലും ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് എല്ലാവരും കുറേ ലക്ഷണങ്ങൾ വെച്ചിട്ട്, ബോഡിയുടെ ലക്ഷണങ്ങൾ വെച്ചിട്ട്, വയറിന്റെ ഷേപ്പ് വെച്ചിട്ട്, അതുപോലെ സ്കാനിങ് റിപ്പോർട്ടിലെ കുഞ്ഞിന്റെ ഓരോ കാര്യങ്ങളും വെച്ചിട്ടൊക്കെ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ സയന്റിഫിക് ആയിട്ട് പ്രൂവൺ അല്ല, അതുപോലെ തന്നെ 100% കറക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലരുടെ കാര്യത്തിൽ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് തന്നെ വരാം, ചിലരുടെ കാര്യത്തിൽ നേരെ ഓപ്പോസിറ്റ് വരാറുണ്ട്. എങ്കിലും സ്കാനിങ് റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് കുഞ്ഞ് ആണാണോ പെണ്ണാണോ തിരിച്ചറിയുന്നത് നമുക്കൊന്ന് നോക്കാം. അതിൽ ആദ്യത്തെ കാര്യമാണ് കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ്. കുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് നമുക്ക് ആദ്യമായിട്ട് അറിയാൻ സാധിക്കുന്നത് 5 ആഴ്ചയുടെയും 6 ആഴ്ചയുടെയും ഇടയിലായിരിക്കും. ഇതിൽ ഫസ്റ്റ് 3 months കുഞ്ഞിന്റെ ഹൃദയം നന്നായിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ടൈമാണ്. അതുകൊണ്ട് തന്നെ ഹൃദയമിടിപ്പ് ഈ ടൈമിൽ നന്നായിട്ട് കൂടുതലായിരിക്കും. കുഞ്ഞിന്റെ നോർമൽ ഹാർട്ട് റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 110 to 160 ബീറ്റ്സ് പെർ മിനിറ്റ് ആണ്. ഈ ഒരു ഹാർട്ട് റേറ്റിന്റെ ചെറുതായിട്ടുള്ള കുറവും കൂടുതലൊക്കെ നമ്മൾ നോർമൽ ആയിട്ട് തന്നെയാണ് എടുക്കാറുള്ളത്. നമുക്കറിയാം, നമ്മുടെ പ്രഗ്നൻസിയിലെ ഓരോ സ്കാനിങ്ങിലും ഹാർട്ട് ബീറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ ഒരുപാട് വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലെ. കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് വെച്ചിട്ട് കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ തിരിച്ചറിയുക എന്നുള്ളത് സയന്റിഫിക് ആയിട്ട് പ്രൂവ് ചെയ്യാത്തൊരു കാര്യമാണ്. എങ്കിലും പലരും പറയാതെ വെച്ചിട്ട് കുഞ്ഞ് പെൺകുഞ്ഞാണെങ്കിൽ കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് 140 മുകളിലും, കുഞ്ഞ് ആൺകുഞ്ഞാണെങ്കിൽ ഹാർട്ട് റേറ്റ് 140 താഴെ ആയിരിക്കും എന്ന് പറയപ്പെടുന്നു. എന്നാൽ കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റിൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. അമ്മയുടെ പ്രവർത്തികൾ, അതുപോലെ അമ്മയുടെ ഹോർമോണൽ ചേഞ്ച്, കുഞ്ഞിന്റെ അനക്കം, കുഞ്ഞിന്റെ പൊസിഷൻ, ഇതൊക്കെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ കുഞ്ഞിന്റെ ഹാർട്ട് ബീറ്റ് മാത്രം നോക്കിയിട്ട് നമുക്ക് ഒരിക്കലും കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് ഉറപ്പിക്കാൻ പറ്റുന്നില്ല. രണ്ടാമതായിട്ട് എല്ലാവരും പറയുന്ന ഒരു കാര്യം കുഞ്ഞിന്റെ പ്ലാസന്റൽ പൊസിഷൻ നോക്കിയിട്ടാണ്. പ്ലാസന്റയുടെ പൊസിഷൻ ഓരോ സമയം ഓരോ വ്യത്യസ്ത രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. അതായത് ആദ്യം ഒരു സ്കാനിങ്ങിൽ ആന്റീറിയർ ആയിട്ടാണ് പ്ലാസന്റ എങ്കിൽ സെക്കൻഡ് സ്കാനിങ്ങിൽ പോസ്റ്റീരിയർ ആവാറുണ്ട്, നേരെ തിരിച്ചു പോവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ടൈമിലും അത് മാറ്റം സംഭവിക്കാറുണ്ട്. കൂടുതൽ പേരുടെയും പ്ലാസന്റ പൊസിഷൻ ചേഞ്ച് ആവാറില്ല, എന്നാൽ ചുരുക്കം ചിലർക്ക് അത് ചേഞ്ച് ആയിട്ടും കാണാറുണ്ട്. സാധാരണ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റീരിയർ പ്ലാസന്റ ആണെന്നുണ്ടെങ്കിൽ, അതായത് അമ്മയുടെ മുൻവശത്താണ് പ്ലാസന്റ സ്ഥിതി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുഞ്ഞ് പെൺകുഞ്ഞായും, മറിച്ച് പോസ്റ്റീരിയർ ആണ് പ്ലാസന്റ എന്നുണ്ടെങ്കിൽ, അതായത് അമ്മയുടെ ബാക്ക് വശത്താണ് മറുപുള്ള എന്നുണ്ടെങ്കിൽ കുഞ്ഞ് ആൺകുഞ്ഞാണെന്നാണ് പറയപ്പെടുന്നത്. ചിലവരിൽ ഇത് 100% കറക്റ്റ് ആവാറുണ്ട്, എന്നാൽ ചിലവരിൽ ഇത് നേരെ ഓപ്പോസിറ്റ് ആവാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിത് 100% ഷുവർ ആയിട്ട് പറയാൻ ഒരിക്കലും പറ്റില്ല. അടുത്തതായി നോക്കുന്ന ഒരു കാര്യമാണ് നമ്പ് തിയറി. ഏകദേശം 11 ആഴ്ചയുടെയും 13 ആഴ്ചയുടെയും ഉള്ളിലുള്ള സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ടാണ് ഇത് നോക്കാറുള്ളത്. ചില ആൾക്കാരൊക്കെ സ്കാനിങ് റിപ്പോർട്ട് വെച്ചിട്ട് ഇത് ചെക്ക് ചെയ്യാറുണ്ട്. ഇതും ഒരിക്കലും ശാസ്ത്രീയമായിട്ട് പ്രൂവൺ ആയിട്ടുള്ള ഒന്നല്ല, അതുകൊണ്ട് തന്നെ നമുക്കിത് ഷുവർ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റുന്ന ഒന്നല്ല. അതായത് ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് രൂപപ്പെടുമ്പോൾ അതിന്റെ പ്രാരംഭഘട്ടത്തിൽ ജനനേന്ദ്രിയ ഭാഗത്തുണ്ടാകുന്ന ഒരു പ്രൊജക്ഷൻ നോക്കിയാണ് ഇത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രൊജക്ഷൻ കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് അനുസരിച്ച് അത് കുഞ്ഞിന്റെ ജനനേന്ദ്രിയമായി മാറുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ആദ്യ സമയത്ത് ഇത് ആൺകുഞ്ഞാണേലും പെൺകുഞ്ഞാണേലും ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് ജെൻഡർ പ്രഡിക്ട് ചെയ്യുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും ചിലവരൊക്കെ ഇതിന്റെ ആംഗിളൊക്കെ വെച്ചിട്ട് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നുള്ളത് പ്രഡിക്ട് ചെയ്യാറുണ്ട്. അതായത് നമ്പ് തിയറി വെച്ചിട്ട് എന്താ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്പ്, അതായത് ഈ പ്രൊജക്ഷൻ കുഞ്ഞിന്റെ നേരെയാണ് ഇത് ചൂണ്ടുന്നത് എന്നുണ്ടെങ്കിൽ, ഒരു നിശ്ചിത കോണിൽ വെച്ചിട്ട് ഇത് കുഞ്ഞിന്റെ തലക്ക് നേരെയായിട്ടാണ് ചൂണ്ടുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ആൺകുഞ്ഞായിട്ടാണ് പറയപ്പെടുന്നത്. എന്നാൽ ഈ നമ്പർ പ്രൊജക്ഷൻ കുറച്ച് പരന്നതോ അത് താഴേക്ക് ചൂണ്ടുന്ന തരത്തിലാണ് അതിന്റെ പ്ലേസ്മെന്റ് എന്നുണ്ടെങ്കിൽ അത് പെൺകുട്ടിയാണെന്നാണ് പറയപ്പെടുന്നത്. അടുത്തതായി സ്കൾ തിയറിയാണ്. അതായത് കുഞ്ഞിന്റെ തലയോട്ടിയുടെ ആകൃതി, ഷേപ്പ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് തിരിച്ചറിയാന്നുള്ളതാണ്. ഈ തിയറി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബോയ് ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ തലയാകൃതി, അതായത് തലയോട്ടിയുടെ ആകൃതി ഒരു ബ്ലോക്കി ആയിട്ട് ആയിരിക്കും, അതുപോലെ കോൺ ഷേപ്പിലാണെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഈ കുഞ്ഞിന്റെ നെറ്റി കൂടുതൽ പരന്നിട്ടായിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ ഐ സോക്കറ്റ് ഒന്നുകൂടെ പ്രോമിനന്റ് ആയിരിക്കും. അതുപോലെ സ്കാനിങ്ങിൽ പെൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ തലയാകൃതി, അതായത് സ്കള്ളിന്റെ ഷേപ്പ് റൗണ്ട് ഷേപ്പിലും അതുപോലെ സോഫ്റ്റും ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. പെൺകുട്ടികളാണെങ്കിൽ നെറ്റിയിൽ ഒരു ചെറിയ വളവ് പോലെ സ്കാനിങ് റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഇതും ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമല്ല.
ഇനി അടുത്തതായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞിന്റെ താടിയെല്ലിന്റെ ഷേപ്പ് നോക്കിയിട്ട് തിരിച്ചറിയാം എന്നുള്ളത്. അതായത് കുഞ്ഞ് ആൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ താടിയെല്ല് കൂടുതൽ സ്ക്വയർ ആയിട്ടും അതുപോലെ ആംഗുലാർ ആയിട്ടും ആയിരിക്കും കാണുന്നത്. എന്നാൽ പെൺകുഞ്ഞാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന്റെ താടിയെല്ല് റൗണ്ട് ഷേപ്പിലായിരിക്കും കാണപ്പെടുക. ഈ 5 കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കുഞ്ഞ് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്ന് തിരിച്ചറിയാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും തന്നെ സയന്റിഫിക് ആയിട്ട് പ്രൂവൺ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് 100% ഇത് ആൺകുഞ്ഞാണോ അല്ലെങ്കിൽ പെൺകുഞ്ഞാണോ ഈ എവിഡൻസ് ഒന്നും വെച്ചിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഇത് ആൺകുഞ്ഞാവോ പെൺകുഞ്ഞാവോ എന്നുള്ള എക്സൈറ്റ്മെന്റിൽ നമ്മൾ എല്ലാവരും നമുക്ക് നോക്കാറുണ്ട്. എന്നാൽ ചില കേസിലൊക്കെ കറക്റ്റ് ആവാറുമുണ്ട്. ഇങ്ങനെ നോക്കുമ്പോൾ ചില കേസിലൊക്കെ തെറ്റാറുമുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.